തിരിച്ചു തരണേ. ഞങ്ങളുടെ ഒരു ആകെയുള്ള ഒരു മാജിക് ആർട്ടിസ്റ്റാണ് അവിടെ വെച്ചേക്കില്ല. ഞങ്ങൾക്ക് കുറച്ച് മാജിക്കിൽ കാണിച്ചോട്ടെ. എന്താ പറ്റിയത്? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനു മാജീഷ്യൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ആക്ച്വലി എന്താ അതിനകത്ത് എന്തോ മാജിക്കിൻ്റെ ഐറ്റംസ് സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സാധനം ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെക്കിങ്ങിൻ്റെ അവിടെ ആ പോർഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിടിച്ചു നിർത്തി. അദ്ദേഹം പിടിച്ചു നിന്ന കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ പിടിച്ചു നിർത്തപ്പെട്ടു. അവസാനം നമ്മുടെ എന്താ പറയുക ഗേറ്റ് നമ്പർ 5 ആണ്. അതുകൊണ്ട് മൂവിയാണ് നമ്മളെല്ലാവരും. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, പുള്ളിനെ അവിടെ സുരക്ഷിതമായി എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പേരനർത്ഥമാക്കുന്ന കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അത് അങ്ങനെ പറയരുത്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പിന്നെ തിങ്സ് ഉണ്ടല്ലോ, ഈ തിങ്സ് എല്ലാം കൂടെ ഒരു ബാഗിനകത്താണ് പുള്ളിക്കാരൻ വെച്ചിരുന്നത്. അപ്പോൾ അത് കസ്റ്റംസ് ക്ലിയറൻസിന് അടുത്ത് പോയപ്പോഴത്തേക്ക് അവർക്ക് മൊത്തം കൺഫ്യൂഷൻ. കാര്യം മാജിക്കിൻ്റെ സാധനങ്ങളല്ലേ. അപ്പം മാജിക്കിൻ്റെ സാധനം ആകുമ്പോഴത്തേക്ക് ഇവിടെ കൈയിട്ടാൽ അപ്പുറത്ത് കൈ വരുന്നില്ല. അപ്പോൾ അവർ മൊത്തം കൺഫ്യൂഷനാണ്. അപ്പം നമ്മൾ ആ കൂടെ ഉണ്ടായിരുന്ന ആ മജീഷ്യനെ ഇപ്പം കസ്റ്റംസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മാജിക്ക് കാണിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ലണ്ടനിൽ എന്നുള്ള പ്രോഗ്രാം ഇനിയും തുടരും. ഓക്കെ, അത് ശരിയാ. നിങ്ങളെ എടുത്തത് ഞങ്ങൾ ബോർഡിങ്ങിനോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മജീഷ്യൻ ഇപ്പോഴും എത്തിയിട്ടില്ല. മജീഷ്യൻ ചെറുതായിട്ട് അവിടെ പെട്ടുപോയിരിക്കുകയാണ്. അപ്പം മജീഷ്യനുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മജീഷ്യൻ ഇല്ലാതെ നമ്മൾ പ്രോഗ്രാം നടത്തുന്നതായിരിക്കും. ഞാൻ 1-2 ചെറിയ മാജിക് എനിക്കറിയാം. നിന്ന നിൽപ്പിൽ അപ്രതീക്ഷനാവുക അവിടെ നിന്ന് പ്രോഗ്രാമിൽ നിന്ന്. അപ്പം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിച്ചായിട്ടും നമ്മുടെ മണ്ടന്മാർ ലണ്ടനിൽ എന്നുള്ള പേരിനെ അനർത്ഥമാക്കിക്കൊണ്ടാണ് ഗൈസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ എല്ലാം നോക്കി കാണുന്നുണ്ട്. അതായത് മാജിക്കാരൻ്റെ തിങ്സ് ആണ് കാണാതെ പോയത്. അല്ല, തിങ്സ് ഉണ്ട്, അത് അവർക്ക് കൺഫ്യൂസ് ചെയ്ത് എന്താണെന്ന്. കാരണം ഇപ്പുറത്തൂടെ കൈയിട്ടപ്പോൾ അപ്പുറത്ത് വരുന്നില്ല. തൊപ്പിക്കകത്ത് അടുത്തൊരു സാധനം. ഒന്നാമത് ഇപ്പോഴത്തെ അറിയാമല്ലോ പ്രോബ്ലംസ് ഒക്കെ. ഈ പ്രോബ്ലംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണെ കൊണ്ട് ചെക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ് ഇതിപ്പോൾ ഇത്രയും നടക്കുന്നത്. എന്തായിരുന്നാലും നല്ല ക്ഷീണമുണ്ട്. ഗേറ്റ് 5 നമ്മുടെ ബോർഡിങ്. അതെ, അപ്പം നമ്മൾ ഇവിടെ നേരെ ബഹ്റിനിലാണ്. ബഹ്റിനിൽ നിന്നാണ് നമ്മൾ അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റിലാണ് നമ്മൾ നേരെ പിന്നെ UK പോകുന്നത്. ഓക്കെ, അപ്പം ഓക്കെ ഗൈസ്, ബാക്കി വിവരങ്ങളെല്ലാം തന്നെ വഴിയേ പറയാം. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ മൂന്നാർ റാഗ്നറുമായിട്ട് പോയത് പോലത്തെ ഒരു സംഭവമല്ല. റാഗ്നർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. റാഗ്നർ കൊണ്ടാണെങ്കിൽ എല്ലാം പരിഹരിച്ചന. അപ്പം റാഗ്നർ ഇല്ലാത്തതിൻ്റെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ അദ്ദേഹം ഒരു മാജിഷ്യൻ അല്ലേ, മാജിക് കാണിക്കും, ഇങ്ങനെ തിരിച്ചു വരും. മാജിക് കാണിച്ച് തിരിച്ചു വരും. വലിയ മാജിക് സംഭവിക്കുന്ന വഴി തെറ്റിച്ചു. പുള്ളിക്കാരനെ അവിടെ നിന്ന് ബഗ്ഗിൽ കയറ്റി വിട്ടുന്നതാണ് അവസാനം കിട്ടിയ റിപ്പോർട്ട്. VIP വരണം. അതെ,
കാത്തിരിപ്പ് വലിയൊരു സംഭവമായിരിക്കുന്നത്. പുള്ളിക്കാരൻ മാജിക് കാണിച്ചപ്പോൾ അവർ വിശ്വസിച്ച് അതെ അപ്രത്യക്ഷനായി അതെ നിന്നിപ്പം നിന്നും കോഴിമുട്ട വരുത്തി സാധനം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് എ അപ്രൂവൽ ഫോർ ദിസ്. ഓ ശരി ശരി ശരി. എക്സ്ക്ലൂസീവ് നോൺ എക്സ്ക്ലൂസീവ്. Anything goes wrong because you are going 32,000 feet, it can be restored. First time I got my apology letter എടുത്തു തിരിച്ചു ഞാൻ. Otherwise they will hand over to police. അതാണ് നിയമം പറയുന്നത്. അറിയില്ല, അതാണ് എന്ത് സംഭവിച്ചു വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെ ബാഗേജിന്റെ ഡീറ്റെയിൽസ് പുള്ളിയിലാണ് കൊടുത്തത്. അതുകൊണ്ടാണ് പുള്ളിയെ വിളിച്ചത്. എന്താണ്? താങ്ക് യു സോ മച്ച് സർ. Thank you so much. I am big brother. The flight deck, captain's ship today. My name is Sridhar, and I'm the board director for Namrata schedule. It's all about before time performance you that got there. We're just waiting for a green flag from the air traffic controllers, and we should be on our way. Another desk of production, so the flight deck this morning is First Officer Najur Mubarak. In fact, she's also flying us from the flight controls, flying us into Bahrain this morning. Back in the cabin, lovely set of crew on the shots as cabin manager Abdul Majid helping him out of his Nadia, Zomaima and the Sheikh on some cruises stuff to command that ഫ്ലൈറ്റിനകത്ത് കയറി പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബഹ്റൈനിലാണ് പോകുന്നത്. ഇപ്പം സമയം രാവിലെ ഏകദേശം 5:10 നമ്മളവിടെ എത്തുന്നത് ഒരു 4 മണിക്കൂർ ട്രാവൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 9 മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടുകൂടി അവിടെ എത്തും. അപ്പം വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും വളരെ ഭംഗിയുള്ളതൊന്നും അല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ബാക്കി വിശേഷങ്ങൾ വഴിയേ. പക്ഷെ ഗേറ്റ് എവിടെയാണ് നോക്കണേ? അതവിടെ നാട്ടിൽ നീ ഇതുപോലെ എന്തെങ്കിലും കയ്യിലുണ്ടോ? അങ്ങനെ ഞങ്ങൾ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് ബഹ്റൈൻ എയർപോർട്ടിലെത്തി. അപ്പോൾ അതിന് വലിയ കോമഡി. ഞങ്ങൾ രാവിലെ കൊച്ചിയിൽ നിന്ന് 6 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് കയറിയത്. തിരിച്ച് ബഹ്റൈൻ എത്തിയപ്പോഴും ഏകദേശം 6 മണി തന്നെ ആയി. അപ്പം ഇടയിലുള്ള ഈ സമയം എങ്ങോട്ട് പോയിന്നോ ഉള്ളത് ഞാൻ നമ്മുടെ അബി ചാത്തനോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി നമുക്ക് കേൾക്കാം. ഭൂലോകത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഏകദേശം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നാലും അത് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് 6 മണിക്ക് ഫ്ലൈറ്റ് കയറി. ഇവിടെ ബഹ്റൈനിൽ 4 മണിക്കൂർ 5 മണിക്കൂർ എടുത്ത് ഓൾമോസ്റ്റ് കൊച്ചി ടു 5 hours. ഇവിടെ എത്തിയപ്പോൾ 6 മണി. തെറ്റല്ലേ? കണക്കിൽ എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയല്ലേ? അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഒരു കോഫി കുടിച്ചു വിടുന്നത്. നല്ലൊരു അടാർ കോഫി ആയിരുന്നു. അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. എയർപോർട്ടിൽ നിന്ന് കഴിക്കുന്നവർക്ക് അറിയാമല്ലോ.
നമ്മളൊരു കോഫിയും ബർഗറൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് വീണ്ടും ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പം അവിടുത്തെ സ്വർണ്ണ വിലയും ഇവിടുത്തെ സ്വർണ്ണ വിലയൊക്കെ ഏകദേശം ഒരുപോലെയാണെന്ന് മനസ്സിലായ ഞങ്ങൾ ആ സ്വർണം വാങ്ങിക്കുക എന്നുള്ള പരിപാടിയിൽ നിന്നും പിന്മാറി കഴിച്ചു. ഇവിടെ എത്ര പെർസെൻറ്റേജാ? ഇവിടെ ആക്ച്വലി എത്ര പെർസെൻറ്റേജ് പിന്നെ പതിവ് പോലെ അനു ജോസഫിൻ്റെ ഒരു ഫോട്ടോ അയാൾ എടുത്തു. പഴയ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നേരെ നമ്മൾ പോയത് ലിക്കർ ഷോപ്പിലോട്ടാണ്. പലതരം ലിക്കർ അടുക്കി വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്കും അവിയുടെ മുഖം ഒന്ന് പുഞ്ചിരി കൊണ്ട് തൂകി. അവിടെ ഞങ്ങൾക്കൊരു ജോണി വാക്കറിൻ്റെ ഒരു സാമ്പിൾ ലിക്കർ എനിക്ക് കിട്ടുകയുണ്ടായി. ഞാനത് വളരെ രുചിച്ചു തുടങ്ങി. കാരണം നമ്മളിവിടുന്ന് കിട്ടുന്ന മദ്യത്തിനെ കുറിച്ച് പറയാണ്ടിരിക്കുന്നതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടേസ്റ്റിംഗ് അവൈലബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചു ഓരോന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. സാമ്പിളുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഡാനിയൽ. അപ്പം ഇതിപ്പം 3 എണ്ണം ഉണ്ട്, 3 ലിറ്ററിൻ്റെ. ഈ 3 ലിറ്റർ മേടിക്കുമ്പോൾ ഇതൊന്ന് ഫ്രീ. ഓക്കെ, ഈ 3 ലിറ്ററിനും കൂടെ എത്രയെന്ന് അറിയാമോ എമൗണ്ട്? അതായത് 4 ലിറ്ററിനും കൂടെ 8500 ഓൺലി ഇന്ത്യൻ റുപ്പീസ് 8500. ആലോചിച്ച് നോക്ക്, പൊളിയല്ലേ? അവിടെ ഞങ്ങൾ ആവശ്യത്തിനുള്ള മദ്യവും അതുപോലെ തന്നെ സിഗരറ്റ് UK പ്രൈസ് ഭയങ്കര പ്രൈസാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ മാൽബോറോ കുറച്ച് സിഗരറ്റ് മേടിച്ചു. അവിടെ നിന്ന് കുറച്ച് ലിക്കർ മേടിച്ചുകൊണ്ട് നേരെ UK പോകാനുള്ള ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് ഗൈസ്. സാധാരണ ഫ്ലൈറ്റ് പോലെയല്ല, അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റ് തന്നെയായിരുന്നു ബഹ്റിൻ ടു UK ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് വാങ്ങിയിട്ട് ഞാൻ സുമേഷിന് പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമേഷ് ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഇൻ കേരള എന്ന് പറയും. അങ്ങനെ ഗിറ്റാർ കൊണ്ട് കീത്താർ കൊണ്ട് മാസ്മരികത കാണിക്കുന്നവന്ന് സുമേഷ്. അപ്പോൾ ഫ്ലൈറ്റിനകത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഹോസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യലൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അവർ കാണാതെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം 3 വരികളായിട്ടുള്ള സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. നമ്മൾ നോർമലി ഫ്ലൈറ്റിൽ 2 വരികളല്ലേ സീറ്റ് കാണത്തുള്ളൂ, 3 വരികളാണ്. അകത്തൊരു എക്സിറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കാം. TV കണ്ടിട്ട് നമുക്ക് പോകാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റിൻ ടു ലണ്ടൻ ഏകദേശം 6 മണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലണ്ടൻ എത്തി. നമ്മുടെ അവിടെ നിന്ന് ബിജു ചേട്ടൻ പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. കാറിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. നേരെ നമ്മൾ പോകുന്നത് ജോബി ചേട്ടൻ്റെ വീട്ടിലാണ്. ജോബി ചേട്ടൻ്റെ വീട്ടിലെ വെഞ്ചരിപ്പായിരുന്നു അന്ന്. വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ബിജു ചേട്ടൻ ഇറങ്ങി വരുന്നു. ജോബി ചേട്ടൻ്റെ കാറാണിത്. ഈ കാർ ഞാനൊന്ന് ഓട്ടിച്ചു. ഇത് നേരെ അവിടെ തന്നെ അവിടെയുള്ള ജോബി ചേട്ടൻ, ഇതാണ് റെഡ് കളർ ഷർട്ട് ഇട്ടാണ് ജോബി ചേട്ടൻ. ഞങ്ങളൊരു സ്പോൺസറും കൂടെയാണ്. സുഹൃത്തുക്കളെ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ബോൺമൗത്തിലാണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ബോൺമൗത്ത് എന്നാണ്. ഈ ബോൺമൗത്തും ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺമൗത്ത് എന്നാലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എനിവേ ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്. വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ പുറത്തെങ്ങും നല്ല പുൽത്തകടികളും അതുപോലെ വലിയ അമ്പരചുംബികളായിട്ടുള്ള മതിലുകളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള മതിലുകളാണ്. അതാ അനു ജോസഫിനെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റാറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറിൻ്റെ ഇതുള്ള ഉടുപ്പിട്ടുകൊണ്ട് അനു ജോസഫ് ഇരിക്കുന്നു. നമ്മൾ നേരെ ലക്ഷ്യമാക്കി പോകുന്നത് ജോബി ചേട്ടൻ്റെ വീട്ടിലാണ്. ജോബി ചേട്ടനും ഈ ബിജോയ് ചേട്ടനും, ഈ ബിജോയ് ജോബി എന്നുള്ള പേര് എനിക്കെപ്പോഴും മാറിപ്പോകും. കാര്യം ഇവിടെ ആൾക്കാരുടെ പേരിൽ കൂടുതൽ ഈ ജോബി, ബിജോയ്, ജോസി, ജോജി എന്നുള്ള പേരുകളാണ് ഏറ്റവും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇത് ബോൺമൗത്തിൻ്റെ സിറ്റിയാണ്. സോ നമ്മുടെ ജോബി ചേട്ടൻ്റെ വീട്ടിലോട്ട് ഇതാ വീണ്ടും പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ്
പ്രോഗ്രാമുള്ളത്. അപ്പം ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റേജ് പ്രോഗ്രാമാണ്. ആക്ച്വലി ഞാൻ അങ്ങനെ വലിയ പ്രോഗ്രാം ചെയ്യാമെന്നല്ല പോയത്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് UK ഒന്ന് കാണുക, അതുപോലെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ഇയാളെ കണ്ടായിരുന്നു, മുട്ട ബോസ്. ഇയാളാണ് നമ്മുടെ ഒരു ബോസാണ്. പുള്ളിക്കാരൻ ബിജോയ് എന്നാണ് പേര്. പുള്ളിക്കാരനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അഭി ചാത്തന്നൂർ സൈഡിൽ കൈകെട്ടി നിൽപ്പുണ്ട്. നീയാണോ ഡയറക്ടർ, ഞാനാണോ ഡയറക്ടർ എന്നുള്ള ഒരു വാക്ക് തർക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ സിംഗറായിട്ടുള്ള ജോബി വീണ്ടും പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങി. ഇത് പാട്ടല്ല, അഭിനയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാത്തന്നൂർ വിലക്കി. അപ്പോൾ മാജിക്കാരൻ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുമേഷും പറയുന്നുണ്ട്. അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ മേക്കിങ്ങാണ് ലക്ഷ്യം. നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. 2 ബ്രെഡ്, ഒരു ബുൾസൈ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ. എനിക്ക് ആക്ച്വലി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അത്ര വലിയ ഇഷ്ടമല്ല. ആ വീഡിയോ ശരിയാവാത്തത് കൊണ്ട് അവർ വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എങ്കിലും ശരിയാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ അനു നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അനുത ചാടി ഇടയിലോട്ട് വന്ന് കയറി. അപ്പം പുള്ളിക്കാരൻ വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തതൊന്നും കറക്റ്റായിട്ട് അവസാനം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. വിജയേട്ടൻ റെക്കോർഡിംഗ് ബട്ടൺ അമർത്താൻ വേണ്ടിയിട്ട് മറന്നുപോയി. അവരെല്ലാവരും ഇത്ര ആകാംക്ഷയോട് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും നമ്മൾ റീഷൂട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ള ഒരു വിശേഷമുണ്ട്. ഇത് ജോബിച്ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ജോബിച്ചേട്ടൻ്റെ വീട് അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇവിടെ എല്ലാം കാർപ്പറ്റാണ് അല്ലേ. പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരെ അറിയാൻ പറ്റും. കാര്യം എല്ലായിടത്തും കാർപ്പറ്റാണ്. അപ്പം നമ്മുടെ നാട്ടിലെങ്ങനെ കാർപ്പറ്റ് ഇട്ടിട്ട് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ആലോചനയിലാണ്. അടുത്ത് നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ചാത്തന്നൂർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കറുത്ത ഷർട്ടിട്ട് ട്രൗസർ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്ന പയ്യൻ നമ്മുടെ ജോബി ചേട്ടൻ്റെ മകനാണ്. അവൻ ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യമൊന്നും വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീഡിയോ എഗെയിൻ ഷൂട്ട് ചെയ്തു. പുറത്ത് കൊണ്ടുവന്നിട്ട് ഇപ്രാവശ്യം ഡയറക്ഷൻ ചെയ്തത് ഞാനാണ്, സിറോക്കി. എൻ്റെ ഡയറക്ഷനിൽ ഉണ്ടായ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ രസകരമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിയുന്നത് വരെയുള്ള സംഭവങ്ങൾ നമുക്ക് ലൈവായിട്ട് തന്നെ കേൾക്കാം. ഹലോ എന്താ ഇവിടെ ഇവിടെ ഒന്നുമില്ല, പ്രോഗ്രാം റിഹേഴ്സൽ എന്നുള്ള അയ്യോ, ആ മാജിക്ക് പോയോ? ഇവിടെ പൂവേ തൊട്ട് കളിക്കണോ. ഓക്കെ, ഇതിപ്പോ എവിടെയാ നിങ്ങള്? ബാക്ക്ഗ്രൗണ്ടിൽ ആ ടർപ്പോളിയും വരില്ലേ? അപ്പൊ ഷോയിനെ കുറിച്ച് സംസാരിക്കണം. നാളെ നമ്മുടെ പരിപാടി എവിടെയാ? നാളെ നമ്മുടെ അമ്മ മലയാളം മാൻസ്ഫീൽഡ് ആൻഡ് സട്ടണില് നമ്മുടെ ആരവൻ 2K25. എത്ര മണിക്ക് ആബി? 6 മണിക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൻസ്ഫീൽഡിൽ നമ്മൾ 26-ാം തീയതി വരാൻ പോകാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവരുടെ ഒരു വിശ്വസിന് വേണ്ടി ഞാൻ ഇത്ര നേരം നോക്കി നിൽക്കാണ്. എവിടെ എന്ത് നടക്കാൻ റെഡിയല്ലേ? അനു, നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒളിച്ചു നിൽക്കാണ്. മുന്നോട്ട് വരൂ ഷാനു. അപ്പൊ നാളെ നിങ്ങളുടെ അതാണ് കാർ ഓടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമാണ്. അങ്ങനെ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബോൺമൗത്തിൻ്റെ ടൗണിലോട്ട് ഇറങ്ങി. എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാറ്റൂ സ്റ്റുഡിയോയിലോട്ട് പോകണം. ടാറ്റൂ സ്റ്റുഡിയോ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ തൊട്ടടുത്തിരുന്ന ഒരു ടാറ്റൂ സ്റ്റുഡിയോ. അപ്പം നമ്മൾ മസ്റ്റിക് വർക്ക്ഷോപ്പ് എന്നുള്ളതാണ് ഈ ടാറ്റൂ സ്റ്റുഡിയോയുടെ പേര്. ബീസ്പോക്ക് ടാറ്റൂ സ്റ്റുഡിയോ. ഓക്കെ, അപ്പം നമ്മുടെ ബിജോയ് ഏട്ടൻ്റെ വണ്ടിയിലാണ് വന്നത്. ബിജോയ് ഏട്ടനും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടാറ്റൂ സ്റ്റുഡിയോയുടെ അകത്തോട്ട് കയറി. അപ്പം ഇവരൊക്കെയാണ് അവിടുത്തെ ടാറ്റൂ ആർട്ടിസ്റ്റ്. ഞാൻ അവരുടെ ടാറ്റൂസൊക്കെ ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങി. അപ്പം അവിടെ ചെയ്യുന്ന പ്രൈസിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എത്രയോ ഭേദമാണെന്ന് പറയാം. കാര്യം ഒരു ടാറ്റൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 100 പൗണ്ടിലാണ്. ഏകദേശം 12,000 രൂപയ്ക്കാണ് ഒരു ടാറ്റൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടച്ച് ഓഫ് ഇങ് ടാറ്റൂ സ്കൂൾ ആൻഡ് സ്റ്റുഡിയോയുടെ വർക്കുകൾ കാണിച്ചു.
ഞാൻ ഞങ്ങളെക്കുറിച്ച് പൊക്കി പറയുന്നതല്ല, ഉറപ്പായിട്ട് അവരൊക്കെ വണ്ടർ അടിച്ച് പോയി. ഞങ്ങൾ ആ സ്റ്റുഡിയോയുടെ വർക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും ആക്ച്വലി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാറ്റു സ്റ്റുഡിയോ UK ഓപ്പൺ ചെയ്യുക, അതുവഴി നല്ല ബെസ്റ്റ് വർക്ക് UK ആൾക്കാർക്കും കൂടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ ഒരു UK ട്രിപ്പ് കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്പോൺസേഴ്സിനെ ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു. ആർക്കെങ്കിലും UK ഒരു ടാറ്റു സ്റ്റുഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചെത്തി. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ആ പ്രോഗ്രാം മേക്കിങ്ങിനുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈവനിങ് ആണ് ഇവിടെ പ്രോഗ്രാം. എനിക്കും ഒരു ചെറിയൊരു റോളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള ഒരു റോളാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. കാണികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഷോ ഡയറക്ടർ അബി ചാത്തന്നൂർ. അബി ചാത്തന്നൂരിനെ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുകയുണ്ടായി. ഇത് ബോൺമൗത്ത് തന്നെയാണ് ഉള്ള സ്ഥലത്താണ് പ്രോഗ്രാം ഉള്ളത്. വീണ്ടും ബോൺമൗത്തിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും അതേ വീടുകൾ, അതേ നടപ്പാതകൾ, അതേ യൂറോപ്യൻസ് അല്ലേ, കാണാൻ തന്നെ എന്ത് രസമുള്ള സംഭവമാണ്. അതിനിടയിൽ നമ്മുടെ ജോബിയുടെ ഒരു അടിപൊളി ഒരു ഡാൻസ് നിങ്ങൾക്ക് കാണാം. അതിഭയങ്കരമായ ഡാൻസ് കൊണ്ട് ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ജോബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബോൺമൗത്തിലുള്ള നമ്മുടെ അക്കോമഡേഷൻ. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ചേട്ടച്ചായ ഒരു വീട് തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയൊരു വീടുണ്ട്. അവിടെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്. ഞാനും പട്ടികളുമായിട്ട് നല്ല കൂടുകയുണ്ടായി. അവിടെ നിന്ന് അതാ വീണ്ടും നമ്മൾ പോവുകയാണ്. ഞാനാണ് ഫ്രണ്ട് സീറ്റിൽ, നമ്മുടെ വിജയോട്ടൻ വണ്ടി ഓട്ടിക്കുന്നു, ജോബി പുറത്ത് ബാക്കിലാണ്. അത് കഴിഞ്ഞ് അനുണ്ട്, ചാത്തനുണ്ട്, അതുപോലെ ഡ്രാക്കുള ഉണ്ട്. ഡ്രാക്കുള എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാനുവിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡ്രാക്കുള. കാര്യം അവന് ഈ മാജിക്കിൻ്റെ ഇതിൽ ഈ ഷാനു എന്നുള്ള പേര് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവന് ഡ്രാക്കുള എന്ന് പേരിട്ട് കൊടുത്തു. അപ്പം ഞങ്ങൾ ഇതിപ്പോൾ ഒരു ഈവനിങ് ഒരു ടൈമാണ്. വണ്ടിയിലകത്തു നിന്നുള്ള ഒരു വിഷ്വലാണ്. അത് അത്ര നല്ല ക്ലിയറില്ല. കാര്യം ഗ്ലാസ് ഒന്നും അത്ര, വണ്ടിയിലെ ഗ്ലാസ് കുറച്ച് ഡേറ്റി ആയതുകൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് എനിക്ക് ആ വിഷ്വൽസ് കിട്ടിയില്ല. ഞങ്ങളിപ്പം തന്നെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വണ്ടി കൊണ്ടു നിർത്തി. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വെളിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം മലയാളീസാണ്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ആരവം എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ് ബോൺമൗത്തിലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഷോ തന്നെയായിരുന്നു. നന്നായിട്ട് തന്നെ അവർ ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു ഷോയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു ഷോയും കൂടെയായിരുന്നു ഈ ബോൺമൗത്തിലുള്ളത്. മറക്കാനാവാത്ത ഒരുപാട് കാഴ്ചകളുണ്ടായി. മോഹൻലാലിനെ പോലെ കയറി വരുന്നത് നമ്മുടെ ഷോ ഡയറക്ടറായിട്ടുള്ള അബിയാണ്. ആരെങ്കിലും ലാലേട്ടനെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും യാദർച്ഛികം മാത്രം. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റേജ് കംപ്ലീറ്റ് നോക്കി വീക്ഷിക്കുകയാണ് നമ്മുടെ ഡയറക്ടർ. അടുത്ത ഭാഗം വീണ്ടും തുടരും.